നമസ്കാരം. ഇന്ത്യയുടെ വിമാനവാഹിനി INS വിക്രാന്തിന്റെ ലൊക്കേഷൻ ചോദിച്ച് കൊച്ചി നാവിക ആസ്ഥാനത്തേക്ക് വിളിച്ച മുജീബ് റഹ്മാൻ ഹാജരാക്കിയ മാനസികാരോഗ്യ സർട്ടിഫിക്കറ്റിന്റെ നിജസ്ഥിതി പോലീസും കേന്ദ്ര ഏജൻസികളും അന്വേഷിക്കുന്നു. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് മൂലമുള്ള മനോവിഭ്രാന്തിക്ക് ചികിത്സ തേടുന്ന വ്യക്തിയാണെന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് ഇയാൾ ഹാജരാക്കിയത്. ഈ സർട്ടിഫിക്കറ്റിൽ സംശയം തോന്നിയാണ് അന്വേഷണ സംഘം കൂടുതൽ പരിശോധനയിലേക്ക് നീങ്ങുന്നത്. സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറുടെ മൊഴിയും രേഖപ്പെടുത്തും. മുജീബ് റഹ്മാന്റെ പെരുമാറ്റത്തിലും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. അതിർത്തിയിൽ ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായ സമയത്താണ് ഫോൺ വിളിച്ച് വിക്രാന്തിന്റെ ലൊക്കേഷൻ മുജീബ് അന്വേഷിച്ചത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രാഘവനാണെന്ന് പറഞ്ഞായിരുന്നു ഇയാൾ വിളിച്ചത്. ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി നാവികസേന ആസ്ഥാനത്തേക്ക് വിളിച്ച മുജീബ് കഴിഞ്ഞ ദിവസമായിരുന്നു അറസ്റ്റിലായത്. കോഴിക്കോട് വെള്ളയിൽ ഗാന്ധി റോഡ് സ്വദേശിയാണ് ഇയാൾ. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രാഘവനാണെന്ന് പറഞ്ഞ് കൊച്ചി നേവൽ ബേസിലേക്കാണ് മുജീബ് റഹ്മാൻ ഫോൺ ചെയ്തത്. വെള്ളിയാഴ്ചയാണ് ദക്ഷിണ നാവിക കമാൻഡ് ആസ്ഥാനത്തേക്ക് ഈ ഒരു ഫോൺ കോൾ എത്തിയത്. ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകുന്നതിനിടെ എത്തിയ ഫോൺ കോൾ നാവികസേന ഗൗരവത്തിലെടുക്കുകയായിരുന്നു. രാത്രി തന്നെ FIR രജിസ്റ്റർ ചെയ്ത ഹാർബർ പോലീസ് മുജീബിനെ തിരഞ്ഞ് ഇറങ്ങി. മൊബൈൽ ഫോൺ ലൊക്കേഷൻ നോക്കിയപ്പോൾ കോഴിക്കോട് ഗാന്ധി റോഡ് ഭാഗത്താണ് ഇയാളെന്ന് മനസ്സിലായി. തുടർന്ന് പോലീസ് ആവശ്യപ്പെട്ട പ്രകാരം മുജീബ് റഹ്മാൻ ഞായറാഴ്ച രാത്രി വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയായിരുന്നു. ഏലത്തൂരിന് സമീപം സഹോദരി വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലായിരുന്നു മുജീബ് റഹ്മാൻ. ഹാർബർ സ്റ്റേഷനിൽ എത്തിച്ച മുജീബിനെ പോലീസിനു പുറമെ നാവികസേന ഇന്റലിജൻസ് വിഭാഗം, IB, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ വിശദമായി ചോദ്യം ചെയ്തു. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമായതിനാൽ ബഹുമുഖ അന്വേഷണം ഉണ്ടാകുമെന്ന് ഏജൻസികൾ വ്യക്തമാക്കി. പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. പ്രതി ലഹരി ഉപയോഗത്തെ തുടർന്നുണ്ടായ മനോവിഭ്രാന്തിക്ക് 2021 മുതൽ ചികിത്സയിലാണെന്നാണ് പോലീസ് പറയുന്നത്. വ്യക്തിഗത വിവരങ്ങൾ മറച്ചുവെച്ച് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനെതിരെ BNS 319 പ്രകാരവും കേസെടുത്തിട്ടുണ്ട്. പരസ്പര വിരുദ്ധമായാണ് മുജീബിന്റെ മൊഴികളെന്ന് പോലീസ് പറയുന്നു. തന്റെ ഫോണിൽ നിന്നാണ് കോൾ വന്നതെങ്കിലും താൻ ആരെയും വിളിച്ചിട്ടില്ലെന്നാണ് മുജീബിന്റെ മൊഴി. എന്നാൽ താൻ ഫോൺ ആർക്കും കൈമാറിയിട്ടില്ലെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. ഇതിനിടെ ഓപ്പറേഷൻ സിന്ദൂറിനെ സമൂഹ മാധ്യമത്തിൽ വിമർശിച്ച എളമക്കര സ്വദേശി റിജാസ് ഷീബ സൈദിക്കിനെ നാഗ്പൂർ പോലീസ് കൊച്ചിയിലെത്തിച്ച് തെളിവെടുക്കും. എളമക്കരയിലെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത പെൻഡ്രൈവിന്റെയും ഫോണുകളുടെയും സൈബർ ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ കിട്ടിയതിനു ശേഷമായിരിക്കും തെളിവെടുപ്പ്. പ്രതിയുടെ ആദ്യ റിമാൻഡ് കാലാവധിയിൽ തന്നെ പരിശോധനാ ഫലങ്ങൾ വാങ്ങാനാണ് നാഗ്പൂർ പോലീസിന്റെ ശ്രമം. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം റിജാസ് കൊച്ചിയിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചുവെന്നും അന്വേഷണ സംഘം വെളിപ്പെടുത്തി. യാത്രാ തടസ്സമുണ്ടാക്കിയ കുറ്റത്തിന് കൊച്ചി സിറ്റി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. റിജാസ് ഷീബ സിദ്ദീഖിന്റെ വീട്ടിൽ പരിശോധന നടത്തിയ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സംഘത്തിന് ലഭിച്ചത് വിലപ്പെട്ട വിവരങ്ങളായിരുന്നു. പിടിയിലായ റിജാസ് അർബൻ നക്സലാണ് എന്ന സംശയത്തിലാണ് മഹാരാഷ്ട്ര പോലീസ് അന്വേഷണം തുടങ്ങിയത്. എന്നാൽ റിജാസ് ഷീബയുടെ കൊച്ചിയിലെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത്. ഇവ വിശദമായി പരിശോധിച്ചാൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ അടക്കം വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. പെൻഡ്രൈവുകൾ, ഫോണുകൾ, പുസ്തകങ്ങൾ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത്. നിരോധിക്കപ്പെട്ട ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടുമായും CPI മാവോയിസ്റ്റ് സംഘടനയുമായും റിജാസിന് ബന്ധമുണ്ടെന്നാണ് പ്രാഥമിക വിവരം. UK-യിലെ ഒരു മൊബൈൽ നമ്പറിലേക്ക് റിജാസ് ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് വിവരങ്ങൾ. ഇതിന് ISI-യുമായി ബന്ധമുണ്ടെന്നും പോലീസ് സംശയിക്കുന്നു. പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതോടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. കാശ്മീരിൽ 26 പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കൊച്ചിയിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിക്കാനും റിജാസ് ശ്രമിച്ചിരുന്നു. ഇതിൽ വഴി തടസ്സപ്പെടുത്തിയതിന് എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തു. ആക്ടിവിറ്റിസ്റ്റും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനുമാണ് താൻ എന്നാണ് റിജാസിന്റെ അവകാശവാദം. കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട യുവാക്കളെ പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്തുവെന്ന റിപ്പോർട്ടിന്റെ പേരിലും റിജാസിനെതിരെ കേസെടുത്തിരുന്നു. റിജാസിനെതിരെ കൊച്ചി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ വിശദാംശങ്ങൾ മഹാരാഷ്ട്ര അന്വേഷണ സംഘം ശേഖരിച്ചു. കൊച്ചി എളമക്കര കീർത്തി നഗറിലെ റിജാസിന്റെ വീട്ടിൽ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി നടത്തിയ പരിശോധനയിലാണ് പെൻഡ്രൈവുകൾ, ഫോണുകൾ, പുസ്തകങ്ങൾ എന്നിവ പിടിച്ചെടുത്തത്. മഹാരാഷ്ട്ര ADS-ഉം നാഗ്പൂർ പോലീസും IB ഉദ്യോഗസ്ഥരുമാണ് പരിശോധന നടത്തിയത്. റിജാസിന്റെ കുടുംബാംഗങ്ങളെയും സംഘം ചോദ്യം ചെയ്തിരുന്നു. കാൾ മാർക്സിന്റെ പുസ്തകവും ക്രിട്ടിസൈസിംഗ് ബ്രാഹ്മണിസം എന്ന പുസ്തകവും പിടിച്ചെടുത്തിട്ടുണ്ട്. നിലവിൽ മഹാരാഷ്ട്ര പോലീസിന്റെ കസ്റ്റഡിയിലാണ് റിജാസ് ഷീബ ഉള്ളത്. കാശ്മീരിൽ ഭീകരരുടെ വീടുകൾ തകർക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊച്ചി പനമ്പള്ളി നഗറിൽ പ്രതിഷേധിച്ചതിന് റിജാസ് അടക്കം 10 പേർക്കെതിരെ ഏപ്രിൽ അവസാനമാണ് പോലീസ് കേസെടുത്തിരുന്നത്. ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന സംഘടനയുടെ പ്രവർത്തകനാണ് റിജാസ്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സാഹചര്യങ്ങൾ വിലയിരുത്താൻ ഇന്ന് മന്ത്രിസഭാ യോഗം ചേരും. 11 മണിക്കാണ് യോഗം ചേരുക. സുരക്ഷാ സമിതിയും ഇന്ന് ചേരും. പ്രതിരോധ മന്ത്രി സാഹചര്യം വിലയിരുത്തും. കാശ്മീർ മേഖലയിൽ ഭീകരർക്കായി സൈന്യം തിരച്ചിൽ തുടരുകയാണ്. 3 ഭീകരർ കൊല്ലപ്പെട്ട ഷോപ്പിയാനിൽ കൂടുതൽ ഭീകര സംഘടനകൾ ഒളിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ.
കഴിഞ്ഞ ദിവസം നടന്ന സൈന്യത്തിന്റെ ഓപ്പറേഷൻ കെല്ലറിൽ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ 3 ഭീകരരെയാണ് വധിച്ചത്. മേഖലയിൽ തെരച്ചിൽ തുടരുകയാണ്. ഇതിനിടെ ശ്രീനഗർ രാജ്യാന്തര വിമാനത്താവളത്തിലെ വിമാന സർവീസുകൾ പുനരാരംഭിച്ചതായും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. അതിർത്തി ഗ്രാമങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ബോംബ് നിർവീര്യമാക്കൽ സംഘം തിരച്ചിൽ നടത്തുകയാണ്. സുരക്ഷാ സേന റിപ്പോർട്ട് നൽകിയ ശേഷമേ മാറ്റിപ്പാർപ്പിച്ച കുടുംബങ്ങളെ തിരികെ കൊണ്ടുവരികയുള്ളൂ. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചാബിലെ 5 ജില്ലകളിലെ സ്കൂളുകൾ ഇന്ന് തുറക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഫാസിൽക, ഫിറോസ്പൂർ, ഗുരുദാസ്പൂർ, തരൺ സാഹിബ് എന്നീ ജില്ലകളാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നത്. അതിൽ ഗുരുദാസ്പൂരിലെ സ്കൂളുകൾ ഇന്നലെ തുറന്നിരുന്നു. ഇതിനിടെ പാക് ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റു ചികിത്സയിലാർന്ന BSF ജവാന് വീരമൃത്യു. ബീഹാർ സ്വദേശി രാംബാബു പ്രസാദാണ് വീരമൃത്യു വരിച്ചത്. മെയ് 9 പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിനിടയിലാണ് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റത്. ചികിത്സയിൽ കഴിയവെയാണ് അദ്ദേഹത്തിന് വിയോഗം സംഭവിച്ചത്. രാംബാബുവിന്റെ കുടുംബം ജമ്മു കാശ്മീരിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം. ബാസിൽപൂർ സ്വദേശിയായ അഞ്ജലിയാണ് ഭാര്യ. ഇരുവരും ഒരു കുഞ്ഞിനായി ആഗ്രഹിച്ചിരുന്നുവെന്ന് കുടുംബം പറയുന്നു. സംഭവം നടക്കുന്ന ദിവസവും രാംബാബു ഭാര്യയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ജോധ്പൂരിലേക്ക് അടുത്തിടെ പോസ്റ്റിംഗ് ലഭിച്ചിട്ടും സംഘർഷം തുടർന്നതിനാൽ ജമ്മു കാശ്മീരിൽ തന്നെ രാംബാബുവിനെ നിലനിർത്തുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. സൈനികന്റെ മൃതദേഹം ഇന്ന് ജന്മനാട്ടിലെത്തിക്കുമെന്നാണ് സൂചന. സംസ്ഥാന ബഹുമതികളോടെയായിരിക്കും സംസ്കാരം നടക്കുക. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ ബീഹാറിൽ നിന്നുള്ള മറ്റൊരു സൈനികനും വീരമൃത്യു വരിച്ചിരുന്നു. BSF സബ് ഇൻസ്പെക്ടറായ മുഹമ്മദ് ഇംതിയാസ് ആണ് വീരമൃത്യു വരിച്ചത്. അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്ഥാന ബഹുമതികളോടെയാണ് കഴിഞ്ഞ ദിവസം സംസ്കരിച്ചത്. രണ്ടുപേരുടെയും കുടുംബാംഗങ്ങൾക്ക് 50 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രഖ്യാപിച്ചു. രാംബാബുവിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി എക്സിലൂടെ പ്രതികരിച്ചു. രാജ്യം അദ്ദേഹത്തിന്റെ ത്യാഗത്തെ എപ്പോഴും ഓർക്കും. ഈ സംഭവത്തിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. രക്തസാക്ഷിയുടെ കുടുംബത്തിന് ഈ സമയം സഹിക്കാൻ ശക്തി നൽകണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. രാംബാബുവിന്റെ ഏറ്റവും അടുത്ത ആശ്രിതന് സംസ്ഥാന സർക്കാർ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ സംസ്ഥാന ബഹുമതികളോടെ നടപ്പിലാക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പോസ്റ്റിൽ കുറിച്ചത്. നേരത്തെ പാക് ഷെൽ ആക്രമണത്തിൽ പരിക്കേറ്റ BSF ജവാൻ ദീപക് വീരമൃത്യു വരിച്ചതായി BSF അധികൃതർ സ്ഥിരീകരിച്ചു. ജമ്മുവിലെ അന്താരാഷ്ട്ര അതിർത്തിയായ ആർഎസ്പുര സെക്ടറിൽ പാകിസ്ഥാൻ നടത്തിയ ഷെൽ ആക്രമണത്തിൽ പരിക്കേറ്റ 8 ജവാന്മാരിൽ ഒരാളായിരുന്നു കോൺസ്റ്റബിൾ ദീപക്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.